എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് മധുരമുള്ള ഒരു പലഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാമ്പഴം ചേർത്തുള്ള ഇടിയപ്പമാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട്, കണ്ടു നോക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മാമ്പഴ ഇടിയപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ മാമ്പഴത്തിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് നമുക്ക് പീസാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതൊന്ന് പ്യൂരിയാക്കി എടുക്കണം. നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നൂലായിട്ട് പുറത്ത് വരേണ്ടതാണ്, അതുകൊണ്ട് തരി അല്പം പോലും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ അളവും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും എല്ലാം ഞാൻ വീഡിയോയിൽ തന്നേക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇതിലേക്ക് നമുക്കൊരല്പം ഏലക്കപ്പൊടി ഇടാം. ഞാൻ പറഞ്ഞാൽ ഇതൊരു എക്സോട്ടിക് ഡിഷാണ്. ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ കംപ്ലീറ്റ് ഡിഷ്. ഇതിനോട് നമുക്ക് പിന്നെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ഈ മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഇനി മധുരമില്ലാത്ത മാമ്പഴമാണെങ്കിൽ അല്പം ഹണിയോ അല്ലെങ്കിൽ ഷുഗറോ ചേർക്കാവുന്നതാണ്. ഒരല്പം ഉപ്പ് ഇട്ടു. എന്നിട്ട് ആദ്യം ഇതൊന്ന് വൃത്തിയായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിടാം. 1 കപ്പ് മാംഗോ പൾപ്പിനുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ മാംഗോ പൾപ്പിനകത്ത് വെള്ളം ഒഴിക്കാത്ത മാംഗോ പൾപ്പാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടിയിടാം. ഇനി ഈ പൊടി ഒന്ന് നനച്ച്, ഇനി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചാൽ മതി, അതല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഇതൊന്ന് നോക്കാം ആദ്യം. അതുപോലെ മാമ്പഴത്തിൻ്റെ ഇത് കൂടുതലാണെങ്കിൽ അല്പം കൂടെ പൊടി നമുക്കിടാം. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. മാമ്പഴമൊക്കെ ഒരുപാടുള്ള സമയത്ത് നമുക്ക് ഈ വക റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങയ്ക്കകത്തേക്ക് നമുക്കൊരല്പം മധുരം ഇടണം. അത് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. പഞ്ചസാര, ജീരകപ്പൊടി. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ഇടിയപ്പത്തിന് തന്നെ മധുരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ പോലെയാണ് തേങ്ങയും ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ഇടിയപ്പം നാഴിയിലേക്ക് അതിൻ്റെ ചില്ലിടാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മാവ് അതിനകത്തേക്ക് ഇടാം. ഇനി നമുക്കിത് അടച്ചതിന് ശേഷം ഇത് അടയ്ക്കുക. ടെക്നിക്ക് അറിയത്തില്ലെങ്കിലും കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അറിയാവുന്നവർക്ക് വേണ്ടി അല്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അതിന് ശേഷം നമുക്കിത് തിരിക്കാം. ഇനി നമ്മളതിന് മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ നൂലായിട്ടുള്ളതാണെങ്കിൽ ആ ചെറിയ ദ്വാരമുള്ള അല്ലെങ്കിൽ ചെറിയ ഹോളുള്ള ചില്ലിട്ടാൽ മതി. അപ്പോൾ ഏതാണോ നമുക്കിഷ്ടം അതുപോലെ ചെയ്യാം. നമ്മളുടെ ഷുഗറും പഞ്ചസാരയും ജീരകവും കൂടെ ഉള്ളത് അതിന് മുകളിൽ ഇട്ടു. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്താൽ വെച്ചാൽ മതി. ഞാൻ സ്റ്റീമർ ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. കാര്യം കയ്യിൽ ആവി തട്ടാതെ. ഇങ്ങനെ ഇലയിൽ വെക്കുന്നത് കൊണ്ട് ഒന്ന് മുട്ടിയാലും കുഴപ്പമില്ല, കാരണം അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഒട്ടിപ്പിടിക്കത്തില്ല ഇലയിൽ. പിന്നെ ഡയറക്റ്റ് അതിന് മുകളിലേക്ക് കൊണ്ട് വെക്കരുത്, അപ്പോഴത്തേന് അതങ്ങ് സ്ക്വീസ്ഡായി പോകും. അപ്പോൾ ഇനി തീ കൂട്ടിയിട്ട് ആവിയിൽ വേവിക്കാം. 7-8 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വേകും. അപ്പം നമുക്കിനി എടുത്താൽ മതി. ആവി തട്ടാതെ സൂക്ഷിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വെറൈറ്റി മാമ്പഴ ഇടിയപ്പം റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാങ്ങ കിട്ടാനുണ്ട്. തയ്യാറാക്കിയതിന് ശേഷം ഇത് മാംഗോ സ്ലൈസ് ചെയ്ത് മാംഗോ ക്യൂബ്സിനൊപ്പം സെർവ് ചെയ്യുക. ഒരു എക്സലൻറ്റ് എക്സോട്ടിക് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.